കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധ്യാപിക ആര്? ഉത്തരം ഐറിസ്. ഐറിസിനെ നിർമ്മിച്ച കമ്പനിയുടെ പേര്? ഉത്തരം മേക്കർ ലാബ്സ്. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ? ഉത്തരം വാക്വം ട്യൂബ്. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ? ഉത്തരം ട്രാൻസിസ്റ്റർ. മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യ? ഉത്തരം ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ത്? ഉത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. 2020 സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ബെസ്റ്റ് സ്റ്റുഡൻസ് പ്രോഗ്രാമിനുള്ള അവാർഡ് കൈറ്റ് വിക്ടേഴ്സ് ചാനലിന് ലഭിച്ചു. അവാർഡിന് അർഹമായ പ്രോഗ്രാം ഏത്? ഉത്തരം ഫസ്റ്റ് ബെൽ. ഹോട്ട്മെയിൽ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷമേത്? ഉത്തരം 1996 ജൂലൈ 4. URLൻ്റെ പൂർണ്ണരൂപം? ഉത്തരം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത്? ഉത്തരം കീബോർഡ്. കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏത്? ഉത്തരം മോണിറ്റർ. മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ഏത്? ഉത്തരം ഇടതു ബട്ടൺ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന പ്രക്രിയ? ഉത്തരം ഇൻപുട്ട്. ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചതാര്? ഉത്തരം ജെയിംസ് ഗോസ്ലിംഗ്. ബ്രോഡ്കാസ്റ്റ് യുവർ സെൽഫ് എന്നത് ഏത് മീഡിയയുടെ ടാഗ്ലൈനാണ്? ഉത്തരം യൂട്യൂബ്. സാധാരണയായി വേൾഡ് വൈഡ് വെബ് പേജുകൾ നിർമ്മിക്കാൻ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം HTML. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടർ കീബോർഡിൽ കാണുന്ന ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്ര? ഉത്തരം 12. പ്രിൻ്ററുകൾ മുമ്പ് അറിയപ്പെടുത്തിരുന്നത് ഏത് പേരിൽ? ഉത്തരം പഞ്ച് കാർഡ്. ഏറ്റവും വേഗത കൂടിയ പ്രിൻ്റർ ഏത്? ഉത്തരം ലേസർ പ്രിൻ്റർ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റർ എന്നറിയപ്പെടുന്നത്? ഉത്തരം മോണോക്രോം മോണിറ്റർ. കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കാനുള്ള യൂണിറ്റ്? ഉത്തരം മിക്കി. മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം? ഉത്തരം OMR. ഏത് മൊബൈൽ കമ്പനിയാണ് അവരുടെ മൊബൈൽ ഉപകരണങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇമോജി ആദ്യമായി അവതരിപ്പിച്ചത്? ഉത്തരം ആപ്പിൾ. QR കോഡിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ക്വിക്ക് റെസ്പോൺസ് കോഡ്. ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ ആദ്യം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ഓക്ക്. ഏതു തരത്തിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് അളക്കലാണ് പ്രധാനമായ സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്നത്? ഉത്തരം ഫ്ലോപ്പുകൾ. ഇൻ്റർനെറ്റ് ഒരു അടിസ്ഥാന അവകാശം എന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ മുദ്രാവാക്യമാണ്. ഏതാണ് ആ പദ്ധതി? ഉത്തരം കെ-ഫോൺ. കെ-ഫോണിൻ്റെ പൂർണ്ണരൂപം? ഉത്തരം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. മുൻകാലത്തും ഉപയോഗിച്ചിരുന്ന ഒരു ഡിജിറ്റൽ വിവര സംഭരണ ഉപകരണത്തിൻ്റെ പേര്? ഉത്തരം ഫ്ലോപ്പി ഡിസ്ക്.
IT സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ല ഏത്? ഉത്തരം മലപ്പുറം. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാസമ്പ്രദായം? ഉത്തരം ബൈനറി. CD-യിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ? ഉത്തരം ലേസർ ടെക്നോളജി. ഗണിതക്രിയകൾ, വിശകലനങ്ങൾ എന്നീ പ്രക്രിയകൾ നടത്തുന്ന കമ്പ്യൂട്ടറിലെ ഭാഗം? ഉത്തരം ALU. പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത്? ഉത്തരം സോഫ്റ്റ് കോപ്പി. പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത്? ഉത്തരം ഹാർഡ് കോപ്പി. നമ്മുടെ ഹൈസ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന IT ക്ലബിൻ്റെ പേരെന്ത്? ഉത്തരം ലിറ്റിൽ കൈറ്റ്സ്. സൈബർ സുരക്ഷയിൽ ഫാർമിംഗ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം യൂസറെ വ്യാജ വെബ്സൈറ്റുകളിലേക്ക് തിരിച്ചുവിടുന്നതിന്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആര്? ഉത്തരം വിൻസ്റ്റൺ G. സെൽഫ്. പോർട്ടബിൾ കമ്പ്യൂട്ടർ ആദ്യമായി നിർമ്മിച്ചതാര്? ഉത്തരം ആഡം ഓസ്ബോൺ. കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലകളിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ്. ഓൺലൈൻ സർവ്വവിജ്ഞാനകോശമായ വിക്കിപീഡിയ സ്ഥാപിതമായ വർഷമേത്? ഉത്തരം 2001. ഇന്ത്യൻ IT ആക്ടിലെ ഏത് സെക്ഷനിലാണ് സൈബർ ഭീകരവാദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം സെക്ഷൻ 66F. ഓൺലൈൻ ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ ഫോണിലേക്ക് ഇടപാടിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു രഹസ്യ നമ്പർ ലഭിക്കുന്നു. എന്താണിത്? ഉത്തരം OTP. ബില്യൺ ബീറ്റ്സ് എന്ന പ്രശസ്തമായ വെബ് പത്രം ആരുടേതാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.